അതുമൂലം ചെറിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഡോക്ടർ അയാളുടെ ജീവിതത്തിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രികൻ, കൂടെ ഒരു ലിഫ്റ്റ് കൊടുത്ത ഒരാള് അയാളെ സംശയിച്ചുകൊണ്ട് ഡോക്ടർ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ വരുത്തുന്നു. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലേക്ക് വരാൻ നോക്കാം. സമ്മറി നമുക്ക് എന്താണ് കഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആരാണ്? ഇ വാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓദർ ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓദറിന്റെ പേര് ഓർത്തിരിക്കുക. ഇ വാലസ് എന്നാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ള ഓദറിന്റെ പേര്. അപ്പൊ നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ദ സസ്പെൻസ് സ്റ്റോറി, ഇച്ചിരി സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ്. ദ സസ്പെൻസ് സ്റ്റോറി എ കേസ് ഓഫ് സസ്പീഷ്യൻ ഈസ് റിട്ടൺ ബൈ ഇ വാലസ്. അപ്പൊ ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആരാണ്? ഇ വാലസ് ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇൻ ദിസ് സ്റ്റോറി ഇ വാലസ് പിക്ചറൈസസ് എ ഡോക്ടർ നെയിം ഡോക്ടർ ബെൻസൺ. അപ്പൊ നമ്മുടെ ഈ കഥയിൽ മെയിൻ ആയിട്ടും വരുന്ന ക്യാരക്ടറിന്റെ പേര് എന്താണ്? ഡോക്ടർ ബെൻസൺ എന്നാണ് ഈ ഒരു കഥയിലുള്ള ഡോക്ടറിന്റെ പേര്. ഓക്കെ, ഫോൾസ്ലി സസ്പെക്ട് എ മാൻ ഇവാൻ ഓഫ് സ്റ്റീലിംഗ് ഹിസ് വാച്ച്. അപ്പോ അദ്ദേഹത്തിന്റെ വാച്ച് കാണാതാവുകയാണ് കേട്ടോ. ഈ ഡോക്ടർ ബെൻസന്റെ വാച്ച് കാണാതാവുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഇത് മോഷ്ടിച്ചത് എന്ന് ഡോക്ടർ സംശയിക്കുകയാണ്. അതാണ് ഇതിലെ കഥ. ഓക്കെ, ആ സംശയിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഇതിൽ കഥയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ മെസ്സേജ് എന്തായിരിക്കും? നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസപ്പെട കാര്യം വരാതെ ആരെയും സംശയിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഈ സ്റ്റോറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. One day, doctor received a call from one of his clients, Mr. Ott Solly, in the middle of the night. അപ്പൊ ഇദ്ദേഹം ഡോക്ടർ ആണല്ലോ. അപ്പൊ ഡോക്ടേഴ്സ് എങ്ങനെയാണ്? ഏത് സമയവും വിജിലന്റ് ആയിരിക്കണം അല്ലെ? എപ്പോ വേണേലും അവരുടെ ഡ്യൂട്ടിയിൽ കയറാനായിട്ട് റെഡി ആയിട്ടിരിക്കും അല്ലെ? എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും അല്ലെ? ഇങ്ങനെ എമർജൻസി ഉണ്ട്, ഡോക്ടർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഈ ഡോക്ടറും എങ്ങനെയാണ്? അവര് വളരെ വിജിലന്റ് ആയിട്ട് ഡോക്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഡോക്ടറിന് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്. എന്താണ്? മിസ്റ്റർ ഓട്ട് സോർലി, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഓട്ട് സോർലി ആണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്താണ്? വളരെ രാത്രിയായി കേട്ടോ, ഒരുപാട് നേരം വൈകി, മിഡിൽ ഓഫ് ദ നൈറ്റിലാണ് വിളിക്കുന്നത്. ഓട്ട് സോർലീസ് വൈഫ് വാസ് ഇൻ ലേബർ പെയിൻ ആൻഡ് വാസ് സൂൺ ഗോയിങ് ടു ഡെലിവർ എ ബേബി. അപ്പൊ എന്തിനാണ് വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ വൈഫിന് ഡെലിവറി ആവാറായി അല്ലെ? അപ്പൊ ഡെലിവറിയുടെ പെയിൻ വന്നു തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. എത്രയും വേഗം ഡോക്ടർ ഒന്ന് വരണം, ഇവിടെ ഡെലിവറിയുടെ പെയിൻ ഒക്കെ വന്നു തുടങ്ങി എന്നൊക്കെ അറിയിച്ചുകൊണ്ടാണ് ആ ഡോക്ടറിന്റെ ഫ്രണ്ടിന്റെ കോൾ വരുന്നത്. അപ്പൊ എത്രയും വേഗം എത്തണം, അതാണ് മെസ്സേജ് കേട്ടോ. ദി ഡോക്ടർ ഹെഡഡ് ടു മിസ്സിസ് ഓട്ട് സോർലീസ് ഹൗസ്. അപ്പൊ ഡോക്ടർ തന്നെ എത്രയും വേഗം തീരുമാനത്തില് വേഗം തന്നെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇറ്റ് വാസ് എ വിൻഡി ആൻഡ് കോൾഡ് നൈറ്റ് ആൻഡ് ഓൺ ഹിസ് വേ he met a stranger who was walking with some difficulty. അപ്പൊ അദ്ദേഹം അന്ന് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു രാത്രിയായിരുന്നു, അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു രാത്രിയായിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. എത്രയും വേഗം ആ പേഷ്യന്റിന്റെ അടുത്ത് എത്തണം. അപ്പൊ ഡോക്ടർ പോകുന്ന വഴിക്ക് ഡോക്ടർ ആരെ മീറ്റ് ചെയ്യാണ്? നമ്മുടെ കഥയിലുള്ള ഇവാൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രേഞ്ചറിനെ ഡോക്ടർ അപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും രാത്രിയൊക്കെ ആയില്ല. അപ്പൊ അയാൾ വളരെ ബുദ്ധിമുട്ടിയൊക്കെ റോഡിൽ ഇങ്ങനെ പോകുന്ന അദ്ദേഹം കാണുകയാണ്. ഹി ഡ്രോവ് ഹിസ് കാർ നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഓഫേർഡ് എ ലിഫ്റ്റ്. അപ്പൊ അദ്ദേഹം നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയുമായി, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ഇവാന്റെ അടുത്ത് കൊണ്ടുപോയി കാർ നിർത്തിയിട്ട് എന്ത് പറഞ്ഞു? ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയാണ്. He got into the car and the doctor was too happy to have some company. അപ്പൊ ഡോക്ടർക്കും എന്തായി? കുറച്ച് സന്തോഷമായി, കാരണം രാത്രിയാണല്ലോ. അപ്പൊ ഒരാള് കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ കാറൊക്കെ ഓടിക്കല്ലേ, അപ്പൊ വർത്താനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ധൈര്യമൊക്കെയാണ്, അതുപോലെ ഉറപ്പൊന്നും വരില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടർക്കും വളരെ സന്തോഷമായി, ഒരു കമ്പാനിയനെ കിട്ടിയല്ലോ, സംസാരിച്ച് പോവാനായിട്ട് ഒരാളെ കിട്ടി. ആഫ്റ്റർ സെറ്റിംഗ് ഡൗൺ ദേ ബോത്ത് ഇൻട്രൊഡ്യൂസ് themselves. അപ്പൊ അവർ രണ്ടുപേരും കാറിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം വിഷ് ചെയ്തു. എന്റെ പേര് ഇങ്ങനെയാണ്, ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞു. ഇവാനും അയാളുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. The stranger told his name as Evans and said he had served in ambulance on Italian front. അപ്പൊ അദ്ദേഹം എങ്ങനെ പരിചയപ്പെടുത്തി? എന്റെ പേര് ഇവാൻ, ആംബുലൻസിൽ
വർക്ക് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. He was a truck driver but had been sacked a month ago. He was on his way to look for a job. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇവാൻ എന്താണ് പറയുന്നത്? ഞാനൊരു ഡ്രൈവറാണ്, അല്ലെ, ട്രക്കിന്റെ ഡ്രൈവറാണ്, ഇപ്പൊ ഞാനൊരു ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. Then the stranger asked him for a cigarette. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ ഡോക്ടറിനോട് ഒരു സിഗരറ്റ് ചോദിച്ചു. നല്ല തണുപ്പുള്ള രാത്രിയൊക്കെയാണല്ലോ, അപ്പൊ ഒരു പുകയൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ചൂടൊക്കെ അല്ലെ, അപ്പൊ അയാൾ ഒരു സിഗരറ്റ് തരുമോ എന്ന് ഡോക്ടറിനോട് ചോദിക്കുകയാണ്. The doctor gave him one. The stranger then asked for another one for later use. അപ്പോൾ ഡോക്ടർ അയാൾക്ക് ഒരു സിഗരറ്റും ലാമ്പൊക്കെ കൊടുത്തു. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? അയാൾ ഒന്നുകൂടെ ആവശ്യപ്പെട്ടു. കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോവുമല്ലോ, അപ്പൊ ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ അദ്ദേഹം മുൻകൂട്ടി കരുതി കയ്യിലെടുത്ത് വെച്ചു. ഡോക്ടറിനോട് ചോദിച്ചു. He took out one without waiting for the doctor's reply, and after taking out the cigarette, he put the packet back in the doctor's pocket. അപ്പോൾ ഒരെണ്ണം കൊടുത്തപ്പം ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊടുത്തപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഡോക്ടറിനോട് എനിക്ക് ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ അത് എടുത്തു കൊടുക്കുന്നതിനും അയാൾ എന്ത് ചെയ്തു? കുറച്ച് അധികാരത്തോടു കൂടി അയാൾ ഡോക്ടറിന്റെ പോക്കറ്റിൽ നിന്ന് പാക്കറ്റ് എടുത്ത് ഒരു സിഗരറ്റ് എടുത്തിട്ട് തിരിച്ച് ആ പാക്കറ്റ് തിരിച്ച് പോക്കറ്റിലേക്ക് വെക്കുകയും ചെയ്തു. അപ്പൊ കുറച്ചും കൂടെ ഒരു ഫ്രീഡം അയാൾ എടുക്കുകയാണ്. അപ്പൊ ഡോക്ടർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. The doctor was rather surprised and irritated with the stranger's behavior. അപ്പൊ ഡോക്ടർക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി, അല്ലെ, കാരണം ഇപ്പൊ വണ്ടിയിലോട്ട് കയറിയ ഒരാളാണ്, അപ്പൊ ഇത്രയ്ക്കും ഫ്രീഡം എടുത്ത് അല്ലെങ്കിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ പോക്കറ്റിലൊക്കെ കൈയിട്ടുണ്ടെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അടുപ്പമുള്ള ആളുകളൊക്കെയാണ് നമ്മളോട് അങ്ങനെ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഡോക്ടർക്കും എന്ത് തോന്നി? കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ തോന്നുകയാണ്. ഇയാൾ എന്താ ഇങ്ങനെ കാണിക്കണേ എന്നൊക്കെ തോന്നിയിട്ട് അയാളുടെ പെരുമാറ്റം ഡോക്ടർക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. The doctor was rather surprised and irritated with the stranger's behavior. ഡോക്ടർ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, അതുപോലെ തന്നെ ഡോക്ടർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി, ഭയങ്കര ദേഷ്യമൊക്കെ ഡോക്ടർക്ക് തോന്നി തുടങ്ങി. Dr. Benson thought that Ivan had robbed him of his watch when the latter put the cigarette packet back into the doctor's pocket. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഡോക്ടർ കയ്യിൽ നോക്കിയപ്പോ വാച്ച് കാണാനില്ല. അപ്പൊ ഡോക്ടർ എന്താ വിചാരിക്കുക? ഡോക്ടറിന്റെ വാച്ച് ഇയാൾ എടുത്തിട്ടുണ്ടാവും, അല്ലെ. സിഗരറ്റ് പാക്കറ്റ് വെക്കുന്ന സമയത്ത് ഇയാളുടെ വാച്ചും മോഷ്ടിച്ചിട്ടുണ്ട്, ഇവാൻ മോഷ്ടിച്ചു എന്ന് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. When the latter put the cigarette packet back into the doctor's pocket, the appearance of Ivan's added to his suspicious that Ivan was a thief. അപ്പോൾ ഇയാളുടെ ഈ എടുത്തു ചാടിയുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കലും അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെത്താനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഡോക്ടർ അയാൾ ഒരു കള്ളന്റെ സ്വഭാവം പോലെ, അല്ലെ, സംതിങ് കള്ള ലക്ഷണമൊക്കെ അയാൾക്ക് ഉള്ളതുപോലെ ഡോക്ടർക്ക് തോന്നുകയാണ്. When the doctor threatened Ivan to put the watch back, അപ്പോൾ ഡോക്ടർ നോക്കിയപ്പം ഡോക്ടറുടെ കയ്യിൽ വാച്ച് ഇല്ല. അപ്പൊ ഡോക്ടർ ഇവാനോട് പറയാണ്, നീ ഇപ്പം എന്റെ വാച്ച് അങ്ങനെ എടുത്തിട്ടുണ്ടോ, നീ വേഗം എന്റെ വാച്ച് തിരിച്ചു തന്നോന്ന് പറഞ്ഞിട്ട് ഇവാനെ ത്രട്ടൺ ചെയ്യുകയാണ്, പേടിപ്പിക്കുകയും അതുപോലെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ്. The doctor opened the door and forced the man out of the car. എന്നിട്ട് എന്ത് ചെയ്തു? ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്തു? കാറിന്റെ ഡോറ് തുറന്നിട്ട് അയാളെ തിരിച്ചു തള്ളി പുറത്തേക്ക് ഇടുകയാണ്. നീ പൊക്കോ, നീ കള്ളനാണ്, എന്റെ വാച്ച് നീ മോഷ്ടിച്ചു, നീ മര്യാദക്ക് തിരിച്ചു തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അയാളെ പിടിച്ച് കാറിന് വെളിയിലേക്ക് എറിയാണ്. The doctor opened the door and forced the man out of the car. After Dr. Benson reached Miss Potter's house, they told that someone, അപ്പൊ അങ്ങനെ ഈ കൂടെ ഉണ്ടായിരുന്ന ഇവാനെ പിടിച്ച് റോഡിലേക്ക് ഇറക്കി വിട്ട് ഡോക്ടർ പിന്നെ അയാളുടെ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഇവാന്റെ ബിഹേവിയർ കണ്ടിട്ടാണ് ഡോക്ടർക്ക് അയാളെ ഇഷ്ടപ്പെടാതെ പെട്ടെന്ന്, അല്ലെ, ഒരു പെരുമാറ്റം സ്വാതന്ത്ര്യം എടുക്കല് കണ്ടപ്പോ ഒരു കള്ളനെയൊക്കെ പോലെയൊക്കെ തോന്നി. അപ്പൊ ഡോക്ടറിന്റെ വാച്ചും കയ്യിലില്ലാത്തപ്പോ ഡോക്ടർ വിചാരിച്ചു ഇയാൾ തന്നെയാണ് മോഷ്ടിച്ചിട്ടുണ്ടാവുക, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാനത് കിട്ടിയിരുന്നതാണല്ലോ, അപ്പൊ എന്തായാലും കാറിൽ വെച്ചിട്ട് വേറെ ആരും അത് കൊണ്ടുപോകില്ല, അതുകൊണ്ട് ഇയാൾ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് ഡോക്ടർ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഡോക്ടർ വളരെ വേഗത്തിൽ തന്നെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തി. മിസ്റ്റർ ഓട്ടിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇയാളുടെ അടുത്ത് നമ്മുടെ ഡോക്ടർ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അല്ലെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞപ്പോ ഡോക്ടർ നമ്മുടെ ഈ കാറിൽ നടന്ന സംഭവം ഈ ഫ്രണ്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരാൾ വന്നു, ഇങ്ങനെ അയാളെന്റെ വാച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. Suddenly he remembered that he had to record the time of delivery. അപ്പോ എന്താണ് ഡോക്ടർ പറയാണ്, ഈ കുട്ടിയുടെ ജനന സമയം, അല്ലെ, അതൊന്ന് നോട്ട് ചെയ്തില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. He stared strangely at the watch in his hand. He found a crack on it and realized that the watch belongs to Mr. Evans himself. അപ്പോ ഈ ഡോക്ടർ എന്താണ് ചെയ്തത്? ഡോക്ടർ കുട്ടിയുടെ ജനന സമയം അറിയാൻ വേണ്ടിയിട്ട്
ഡോക്ടർ നോക്കിയപ്പോ എന്താണ്, ഡോക്ടറുടെ കയ്യിൽ വാച്ച് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവാന്റെ കയ്യിൽ ഡോക്ടറിനെ പോലത്തെ സെയിം വാച്ച് കണ്ടതുകൊണ്ടാണ് ഡോക്ടർ അത് അവൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് അയാളെ സംശയിച്ചത്, അല്ലെ? ചിലപ്പോൾ ഡോക്ടറുടെ പോക്കറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറുടെ കയ്യിൽ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ അയാൾക്കും അത്രയ്ക്ക് നല്ലൊരു വാച്ച് ഉള്ളത് എന്താണ്, അയാളുടെ കുഴപ്പമല്ലല്ലോ. അയാൾ ചിലപ്പോൾ അത് മേടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാവാം. പക്ഷെ ഒരാളുടെ വിശ്വാസക്കുറവ്, അല്ലെ, എന്റെ സാധനം പോലെ മറ്റൊരാളുടെ കണ്ണിൽ കണ്ടപ്പോൾ അത് നീ കട്ടെടുത്താണെന്നുള്ള അയാളുടെ ഒരു തെറ്റിദ്ധാരണ, ഒരു സസ്പീഷ്യസ് നിറഞ്ഞിട്ടുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്ത കൊണ്ടാണ് അയാളോട് ഡോക്ടർ അത്ര മോശമായിട്ട് പെരുമാറിയതും അതുപോലെ തന്നെ അയാളെ ആ രാത്രിയിൽ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഡോക്ടർക്ക് പോരേണ്ടി വന്നു. അപ്പോൾ ഈ പേഷ്യന്റിനെ നോക്കാൻ വേണ്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ കുട്ടിയുടെ ഡെലിവറിയുടെ സമയം നോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നോക്കിയപ്പോഴാണ് ഇതെന്റെ വാച്ച് തന്നെയാണല്ലോ നോക്കി ഡോക്ടർ കയ്യിൽ നോക്കിയപ്പോൾ വാച്ചുണ്ട്. അപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നത് കാറിൽ വെച്ച് കണ്ട വാച്ച് ആരുടെ ആയിരുന്നു, അത് ആ ഇവാന്റെ തന്നെയായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ച് തന്നെയായിരുന്നു. അയാൾ ഒരിക്കലും ഒരു കള്ളനൊന്നുമല്ല, അയാൾക്ക് മോഷ്ടിച്ചതുമല്ല. അപ്പൊ ആ ഒരു നേരത്തെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഒരു ഒന്നും അറിയാത്തൊരു മനുഷ്യൻ, അല്ലെ, നമ്മളിപ്പോ ഒരു കണ്ടൊരു മനുഷ്യനാണ്, അയാളെ വെറുതെ ദേഷ്യപ്പെട്ടു, ഒരുപാട് ഒച്ചയെടുത്തു, രാത്രിയിൽ വഴിയിൽ ഇറക്കി വിട്ടു, കള്ളനാണെന്ന് വിളിച്ചു, അങ്ങനെ ഒരു നല്ലൊരു വലിയൊരു എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് മാത്രമാണ്, ഒരു നിമിഷത്തെ ഒരു തെറ്റിദ്ധാരണ, അല്ലെ, നമ്മൾ കാര്യങ്ങൾ അറിയാതെ സംസാരിച്ചത് കൊണ്ടും, അല്ലെ, കാര്യങ്ങൾ എന്താണ് തീർച്ചപ്പെടുത്താതെ സംസാരിച്ചത് കൊണ്ട് ഡോക്ടർക്ക് വന്ന ചെറിയൊരു തെറ്റിദ്ധാരണ, അതാണ് എന്ത്, എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുക. സസ്പീഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, സംശയം അല്ലെങ്കിൽ അവിശ്വാസം, അല്ലെ, വിശ്വാസമില്ലായ്മ എന്നൊക്കെ പറയും, അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി കേട്ടോ. ഡോക്ടർക്ക് അയാളുടെ മേലുള്ള ഒരു വിശ്വാസക്കുറവ് മൂലം വന്ന ചെറിയ ഒരു ഇൻസിഡന്റ്, അതാണ് നമ്മുടെ എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്റ്റോറിയുടെ മലയാളം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ കുറച്ച് കീവേഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ന്യൂ വേർഡ്സുകൾ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറക്കാതെ പഠിക്കുമ്പോൾ ഈ വാക്കുകൾ ന്യൂ വേർഡ്സും അതിന്റെ അർത്ഥം കൂടി നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കിടക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെ. കാരണം സ്റ്റോറി പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ ഏത് രീതിയിൽ എഴുതാം, എങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും, അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അറിയാമെങ്കിൽ കൂടിയും നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഒന്നുകൂടെ വായിച്ചു പോവുക കേട്ടോ. സ്റ്റോറി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നോക്കിക്കേ, ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അറ്റ് വാട്ട് ടൈം ഡിഡ് ഡോക്ടർ ബെൻസൺ റിസീവ് ദ കോൾ. നമ്മൾ സ്റ്റോറിയുടെ ആദ്യമേ കണ്ടു, അല്ലെ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം വീട്ടിലിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത്, അല്ലെ, ഒരു പേഷ്യന്റിനെ നോക്കണം എന്ന് പറഞ്ഞൊരു കോൾ വരുന്നത്. അപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, അറ്റ് വാട്ട് ടൈം, ഏത് സമയത്താണ് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കോൾ വന്നത്, ഏത് സമയത്തായിരുന്നു, 2 o'clock, അല്ലെ, അല്ലെങ്കിൽ നല്ല മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു എഴുതിയാലും മതി കേട്ടോ. ഇവിടെ കറക്റ്റ് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയം എഴുതാം. അപ്പൊ 2 o'clock മിഡ് നൈറ്റിലാണ് അദ്ദേഹത്തിന് കോൾ വരുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൂ ഡിഡ് ഹി വിസിറ്റ്, ആരെ കാണാനാണ് ഡോക്ടർ രാത്രിയിൽ പോയത്, ആരെ കാണാനാണ്. എക്സ്ക്യൂസ് മീ, മിഡ് നൈറ്റ് എന്ന് പറയുന്നതാണോ ആഫ്റ്റർ ദ മിഡ് നൈറ്റ് എന്ന് പറയുന്നതാണോ നല്ലത്? മിഡ് നൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ ഓഫ് ദ മിഡ് നൈറ്റ് എന്നാ പറയാ. ആണല്ലേ, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ മിഡിൽ ഓഫ് ദ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സമയം എഴുതി കേട്ടോ. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം എന്താണ്, ഹൂ ഡിഡ് ഹി വിസിറ്റ്, അല്ലെ, ഇദ്ദേഹം ആരെ കാണാനാണ് പോയത് നമ്മളോട് ചോദിക്കാം, അല്ലെ. കാരണം സ്റ്റോറി ആയതുകൊണ്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ. അപ്പൊ ആരെ കാണാനാണ് പോകുന്നത്, മിസ്സിസ് സോർലി, അല്ലെ, മിസ്സിസ് സോർലിനെ കാണാനാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് പ്രഗ്നൻസി, അല്ലെ, അവര് ടു ഡെലിവർ ഹെർ ബേബി, അവരുടെ കുഞ്ഞിനെ ഡെലിവർ ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഡിഡ് ദ ഡോക്ടർ ക്യാരി ഇൻ ഹിസ് ബാഗ്സ്. അപ്പൊ ഡോക്ടർ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ബിലോങ്ങിങ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുപോയത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബാഗിൽ ഉണ്ടായിരുന്നത്,
പിൽസ് ആൻഡ് സർജിക്കൽ തിങ്സ് ഫോർ ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു ഡോക്ടർ ആകുമ്പോൾ ഒരു പേഷ്യന്റിനെ കാണാൻ പോകുമ്പോൾ എന്തായാലും നെസസറി ആയിട്ടുള്ള കുറച്ച് സർജിക്കൽ ഇൻസ്ട്രുമെന്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പിൽസ് ആൻഡ് സർജിക്കൽ തിങ്സ് ഫോർ ട്രീറ്റ്മെന്റ് അല്ലെ. രോഗിക്ക് അത്യാവശ്യപ്പെടുന്ന കുറച്ച് ഗുളികകളും അല്ലെ കുറച്ച് ആശുപത്രി ഉപകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ചെറിയ ബാഗിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? Did the doctor receive prompt payment? How do you know? അല്ലെ. അപ്പൊ ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ട് പൈസയൊക്കെ കിട്ടിയിരുന്നോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ സ്റ്റോറി പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താണ് ആൻസർ പറയാ? നോ, പ്രീവിയസ് ബിൽസ് വെയർ പെൻഡിങ് പേയ്മെന്റ്സ്. അപ്പൊ ഡോക്ടർക്ക് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഒന്നും കിട്ടിയിരുന്നില്ല. കുറച്ച് ബില്ലുകളൊക്കെ അല്ലെ, കുറച്ച് പേയ്മെന്റുകളൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഹൂ ഈസ് ഹി ഹിയർ. ഇവിടെ ഹി എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഹി എന്ന് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഹി വാസ് ഡോക്ടർ ബെൻസൺ. ഇവിടെ ഡോക്ടർ ബെൻസനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഹി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാരഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഉള്ള ഒരു പാരഗ്രാഫ് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ആദ്യത്തെ ഇതിലും ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫും എങ്ങനെ തന്നെയായിരിക്കും? ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമ്മളോട് ഇവിടെയും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിപ്പം വായിച്ച ആ സ്റ്റോറി ഉണ്ടല്ലോ, ആ കഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഫിയർ ഫോർ ദ പേഴ്സൺ ഡ്രൈവിംഗ് കാർ അല്ലെ. അപ്പൊ ഒരു വണ്ടി ഓടിക്കുന്ന ആള് അല്ലെ, അപ്പൊ അയാൾക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു പേടി എന്താണ് അദ്ദേഹത്തിന് ഉണ്ടാവുക? എന്താണ് ആ ഒരു പേടി ഉണ്ടാവുക? The person driving the car feared that the journey to the farmhouse would be difficult അല്ലെ. അപ്പൊ രാത്രിയിലൊക്കെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് എന്ത് പേടി ഉണ്ടാവുക? കുറച്ച് ചെറിയ മനസ്സിലൊരു ചെറിയൊരു ഭയം ഉണ്ടാവും അല്ലെ. ചിലപ്പം അധികം ആൾസഞ്ചാരമില്ലാത്ത റോട്ടിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ എന്തായിരിക്കും നമുക്ക് പേടി, ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു പേടിയില്ല. ആ ഒരു ചെറിയ ഭയം തന്നെയാണ് ഇവിടെ ഈ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ഡോക്ടറിന്റെയും കാര്യത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ. എങ്ങനെയാണ്? The person driving the car feared that the journey to the farmhouse would be difficult അല്ലെ. ആ ഫാം ഹൗസിലേക്ക്, അതായത് പേഷ്യന്റിനെ കാണാനുള്ള ആ ഒരു യാത്ര കുറച്ച് ദുർഘടം പിടിച്ചതായിരിക്കും എന്നൊരു പേടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? മിഡ് നൈറ്റ് ആണ് അല്ലെ, രാത്രി 2 മണിയൊക്കെ സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന് പേടി ഉണ്ടാവും അല്ലെ. അധികം ആളുകളൊന്നും റോട്ടിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ആ ഒരു പേടിയൊക്കെ രാത്രിയിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ആളുടെ മനസ്സിൽ ഉണ്ടാവും അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ought Sorley done to help the person അല്ലെ. ought Sorley എന്താണ് ചെയ്തത്? എന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുത്തത്? എന്ത് ഹെൽപ്പാണ്? ought Sorley had sent one of his older boys down the road with a lantern to help the doctor across the wooden bridge that led up to the farmhouse. അപ്പൊ ഈ രാത്രി സമയമായതുകൊണ്ട് ഡോക്ടർ ഒറ്റയ്ക്കാ വരുന്നതെന്നും ഈ ought Sorley എന്ന് പറയുന്ന ഡോക്ടറിന്റെ ഫ്രണ്ടിന് അറിയാമായിരുന്നു അല്ലെ. അയാളാണല്ലോ കോൾ ചെയ്തത് വേഗം വരണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്ത് ഹെൽപ്പാണ് ഡോക്ടർക്ക് ഓഫർ ചെയ്തത്? അയാളുടെ ഫാം ഹൗസിൽ അല്ലെ, അയാളുടെ വീട്ടിലുള്ള 2 ബോയ്സിനെ അല്ലെ, 2 സെർവന്റ് ആയിട്ടുള്ള ബോയ്സിനെ താഴേക്ക് വിട്ടു അല്ലെ. അവിടെ പാലമൊക്കെ ഉണ്ട്, അതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അവരുടെ ആ ഫാം ഹൗസിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഡോക്ടർക്ക് വെട്ടമൊക്കെ കാണിക്കാനായിട്ട് ഒരു ലാൻഡേൺ അല്ലെ, നമ്മുടെ തൂക്കുവിളക്ക്, റാന്തൽ വിളക്ക് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഈ ലാൻഡേൺ ഒക്കെ കൊടുത്തിട്ടാണ് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ബോയ്സിനെ നമ്മുടെ ought Sorley താഴേക്ക് അയച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡിഡ് മിസ്സിസ് സോർലീസ് എക്സ്പീരിയൻസ് ഹെൽപ്പ് her in delivering her baby അല്ലെ. മിസ്സിസ് സോർലിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവര് ആ കുഞ്ഞിനെ ഡെലിവറി ചെയ്തപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? മിസ്സിസ് സോർലീസ് എക്സ്പീരിയൻസ് ഓഫ് ഡെലിവറിംഗ് മെനി ബേബീസ് earlier helped her in delivering another baby without any difficulty. അപ്പൊ ഇവര് ആദ്യമായിട്ടല്ല ഇവരുടെ ഡെലിവറി നടക്കുന്നത് അല്ലെ. അവർക്ക് വേറെ 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരിക്കാം അല്ലെ, എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് എന്തായിരുന്നു? നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു കാര്യം അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്നാണ് സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഡു യു തിങ്ക് ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ് ഈസ് അപ്രോപ്രിയേറ്റ് അല്ലെ. നമ്മുടെ ഈ പാസേജ്, അതായത് നമ്മുടെ ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ അല്ലെ, എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് അനുയോജ്യമാണോ, അപ്രോപ്രിയേറ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്രോപ്രിയേറ്റ് ആണോ? യെസ് എന്ന് പറയും അല്ലെ. ഇതിനിപ്പോ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയം അല്ലെ, അവിശ്വാസം മൂലം ഉണ്ടായ ഒരു കഥ, അത് നമുക്ക് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈറ്റിൽ
അപ്രോപ്രിയേറ്റ് ആണെന്ന് നമുക്ക് തോന്നും അല്ലെ. വേറെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആപ്റ്റ് ആണെന്ന് നമുക്ക് ആൻസർ എഴുതാം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? യെസ്, ആദ്യമായിട്ട് എന്ത് എഴുതണം? എസ് എഴുതണം അല്ലെ. യെസ്, the title of the story is appropriate for the plot of the study അല്ലെ. നമ്മുടെ ഈ കഥ അനുസരിച്ച് ആ ഒരു ടൈറ്റിൽ വളരെ ആപ്റ്റ് ആണ് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ഡോക്ടർ ബെൻസൺ ആൻഡ് ദ സ്ട്രേഞ്ചർ നെയ്മഡ് ഇവാൻസ് അല്ലെ. ഈ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഇനി അടുത്ത എന്താണ്? There was a solely farm who helped him reach it. അപ്പോ നമ്മൾ ഈ ഡോക്ടർ പോവുകയാണ് അല്ലെ, നമ്മുടെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ഫാം എവിടെയാണ്? ഓട്ട് സോർലിയുടെ ഫാം എവിടെയാണ്? Who helped him reach it അല്ലെ. എവിടെ എത്താനായിട്ട് ഡോക്ടറിനെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആരാണ്? The Sorley farm was up the mountain and an escort from the farm helped to reach the house. Reach here അല്ലെ. അപ്പൊ ഓട്സോളിന്റെ ഫാം ഇച്ചിരി ദൂരെയാണ് അല്ലെ, കുറച്ച് മലയുടെ ഒക്കെ മുകളിലായിട്ടൊക്കെ വരും അല്ലെ. An escort from the farm helped him to reach there. അപ്പൊ ഒരു ഫാമിന്റെ ഒരു അടയാളമൊക്കെ വെച്ചിട്ടാണ് ഡോക്ടർ അവിടേക്ക് എത്തിപ്പെടുന്നതെന്ന് പറയാം അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, പാസേജ് 3യിലും നമ്മള് സ്റ്റോറിയിലെ പോലെ തന്നെ കുറച്ച് എന്താണ് കോൺവെർസേഷൻ ഒക്കെ പോലെയുള്ള ഡബിൾ ഇൻവെർട്ടർ കോമയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെയാണെന്ന് തോന്നും അല്ലെ. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഫീൽ ആഫ്റ്റർ ഓൾ ഓവർ ഇറ്റ് അല്ലെ. എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ, നമ്മുടെ എന്താണ് ഇവാനുമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിൽ എന്താണ് ഫീൽ ചെയ്തത്? In the end of the doctor realized his mistake. ഏറ്റവും അവസാനം അല്ലെ, അയാളെ ചീത്ത പറഞ്ഞ് കാറിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ എനിക്ക് റിയലൈസ് ചെയ്യുന്നത് അയാൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, അയാൾക്ക് പറ്റിയ തെറ്റ് അദ്ദേഹം റിയലൈസ് ചെയ്ത്, അതായത് മനസ്സിലാക്കുന്നു അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് മെയ്ഡ് ദ ഡോക്ടർ റിയലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് എ തീഫ് അല്ലെ. അപ്പൊ ഡോക്ടർ അയാളെ കള്ളനൊക്കെ വിളിച്ച് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു അല്ലെ, എന്നിട്ടാണ് കാറിൽ നിന്ന് ഇറക്കി വിടുന്നത്. അപ്പൊ ഡോക്ടർ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ ഒരു കള്ളനല്ല എന്ന് ഡോക്ടർ എപ്പോഴാണ് മനസ്സിലാക്കിയത്? എപ്പോഴാണ്? When Dr. Benson took out the watch at Mr. Sorley's farmhouse, he found that the watch did not belong to him. Its stop was broken and there was some inscription on it. He discovered that the watch was a gift from the nurses to Mr. Evans. Mr. Evans had saved the life of nurses by ഷോയിങ് പേഴ്സണൽ ബ്രേവറി. അപ്പൊ ആ ഒരു വാച്ച് അല്ലെ, ആ ഒരു വാച്ചിന്റെ കാര്യത്തിലാണ് ഇവർ തമ്മിൽ ആ ഒരു പ്രശ്നം വന്നത്. അപ്പൊ ഡോക്ടർ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? When Mr. Benson took out the watch at Mr. Sorley's farmhouse അല്ലെ, സോർലിയുടെ വീട്ടിൽ എത്തി കഴിയുമ്പോഴാണ് ഡോക്ടർ ഈ വാച്ചിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. He found that the watch did not belong to him. അപ്പൊ ഡോക്ടർ നോക്കുമ്പോൾ ആ വാച്ച് അദ്ദേഹത്തിന്റെ വാച്ച് പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭംഗിയൊന്നും ആ വാച്ചിന് ഉണ്ടായിരുന്നില്ല അല്ലെ. സെയിം ആണ്, പക്ഷെ ചെറിയ സ്ക്രാച്ച് പോറലുകളൊക്കെ വീണിട്ട് കുറച്ച് ഭംഗിയൊക്കെ കുറഞ്ഞിട്ടാണ് ആ വാച്ച് ഉണ്ടായിരുന്നത്. ഇറ്റ് സ്റ്റോപ്പ് വാസ് ബ്രോക്കൺ അല്ലെ, അതിന്റെ ചെറിയ പൊട്ടലുകളും വിള്ളലും ഒക്കെ അതിന് വീണിട്ടുണ്ടായിരുന്നു. There was some inscription on it, അതായത് ചില എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. He discovered that the watch was a gift from the nurse to Mr. Evans. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുകയാണ് മിസ്റ്റർ ഇവാന് അത് ആരോ കൊടുത്ത ഒരു വാച്ചാണ്. Mr. Evans had served the life of nurses by showing personal bravery. അയാള് നല്ല വണ്ടിയൊക്കെ ഓടിച്ച നല്ല ആളാണ് അല്ലെ. അപ്പൊ അയാളുടെ ധൈര്യത്തിനൊക്കെ അയാൾക്ക് ആരോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുള്ള ഒരു വാച്ചായിരുന്നു. പക്ഷെ ഡോക്ടറുടേത് പോലെ തന്നെ സെയിം ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഡോക്ടർ നീ എന്റെ വാച്ച് എടുത്തു, നീ കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ആക്ഷേപിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടത്. അപ്പൊ ഡോക്ടർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ സോർലിയുടെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ തനിക്ക് പറ്റിയ അബദ്ധമൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? Why was Miss Sorley happy that Dr. Benson got back his watch? അപ്പൊ ഈ സോർലിക്ക് കുറച്ച് സന്തോഷമായി അല്ലെ, ഡോക്ടർക്ക് അയാളുടെ വാച്ച് തിരിച്ചു കിട്ടിയത്. എന്താണ് കാരണം? Mr. Sorley was happy that Doctor got his watch because he would be able to learn the time the baby was born. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അല്ലെ, ഡോക്ടറുടെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്ക് എന്ത് പറ്റി? അയാളുടെ കുഞ്ഞിന്റെ ജനന സമയം കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് അയാൾക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? How did the doctor realize that he was not looking at his own watch? അപ്പൊ ഡോക്ടർക്ക് തന്നെ സ്വന്തം വാച്ചിലല്ല നോക്കി സമയം പറയുന്നതെന്ന് ഡോക്ടർക്ക് എപ്പോഴാണ് മനസ്സിലായത്?
എപ്പോഴാണ് മനസ്സിലായത്? ദ ഇൻസ്ക്രിപ്ഷൻ ഓൺ വാച്ച് ക്യാരിഡ് ഇവാൻസ് നെയിം അല്ലെ. അപ്പൊ ആ വാച്ചില് അയാളുടെ പേരുകൾ, ഇവാൻ എന്ന പേര് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഇത് എന്റെ വാച്ചല്ല, എന്റേതെന്ന് പോലെ തന്നെയുള്ള ഇവാന്റെ വാച്ചുകളാണ് ഡോക്ടർ അയാളുടെ വാഴക്കൊക്കെ ഉണ്ടാക്കി തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നത് മനസ്സിലായത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇൻഫോർമേഷൻ ഡിഡ് ദ ഇൻസ്ക്രിപ്ഷൻ ഗീവ് അബൌട്ട് ഇവാൻസ്? അപ്പോ ഇവാന്റെ ആ ഒരു പേരും ആ വാച്ചിലെ ഇതൊക്കെ വെച്ചിട്ട് ഇവാനെ കുറിച്ച് എന്ത് വിവരമാണ് ഡോക്ടർക്ക് കിട്ടിയത്? എന്ത് വിവരമാണ്? ഹി വാസ് ആക്ച്വലി ബീങ് ട്രൂത്ത്ഫുൾ. അയാള് നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ള കാര്യമാണ് ഡോക്ടർക്ക് ആ ഒരു ഇൻഫോർമേഷനിൽ നിന്ന് മനസ്സിലാകുന്നത്. Why did the doctor turns Evans out of his car? അപ്പോ ഈ ഇവാനെ ഡോക്ടർ കാറിൽ നിന്ന് ഇറക്കി വിടാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? എന്ത് കാരണത്താലാണ്? He believed that Ivan had stolen the watch. ഇവാൻ അദ്ദേഹത്തിന്റെ വാച്ച് മോഷ്ടിച്ചു എന്നൊരു സംശയത്തിലാണ് അദ്ദേഹം ഇവാനെ രാത്രിയിൽ കാറിൽ നിന്ന് ഇറക്കി വിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, why did the doctor reach his pistol? What did he do with it? അല്ലെ, ഡോക്ടർക്ക് സ്വന്തമായിട്ട് ഒരു പിസ്റ്റൾ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, തോക്കൊക്കെ ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് കൊണ്ടു നടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് അല്ലെ. അപ്പൊ രാത്രിയിലൊക്കെ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ പോകണം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷിതത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ പിസ്റ്റളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഫ്രം ഇവാൻസ് പോയിന്റഡ് ഇറ്റ് അറ്റ് ഇവാൻസ്. അപ്പോ ഇവാൻ എന്തായിരുന്നു, ഇവാന്റെ നേരെയൊക്കെ അദ്ദേഹം അത് ചൂണ്ടി അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. വാട്ട് വാസ് ഇവാൻസ് റിയാക്ഷൻ? വാട്ട് ഡിഡ് ഹി ഡു? അല്ലെ. അപ്പൊ ഇവാന് ഡോക്ടർ ഇങ്ങനെ ദേഷ്യപ്പെടുകയും പിസ്റ്റൾ എടുത്ത് നേരെ ചൂണ്ടുകയൊക്കെ ചെയ്തപ്പോ ഇവാന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞത് സർപ്രൈസ്ഡ്. ഇവാൻ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അദ്ദേഹം എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലെ, എന്റെ വാച്ച് തന്നെയാണ്, പക്ഷെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പൊ ഇവാൻ എന്തായിരുന്നു? ഇവാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. റിട്ടേൺ ദ വാച്ച്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ വാച്ച് തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം കാറിൽ നിന്ന് ഡോക്ടർ അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയൊരു ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മള് സ്റ്റോറി അല്ലേ, അപ്പൊ ചെറിയ ചെറിയ 1 വേർഡ് ഉണ്ടാവും, അതുപോലെ തന്നെ 2 or 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ച് വലിയ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ കേസ് ഓഫ് സസ്പിഷൻ റിവോൾവ്സ് അറൌണ്ട് ദ സ്റ്റോറി. വാട്ട് ഈസ് ദിസ് ഒബ്ജക്ട്? വാട്ട് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻസ്? അപ്പൊ ഈ സ്റ്റോറി നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം തന്നെ വായിച്ചാൽ നമുക്കറിയാം അല്ലെ. എന്താണ്? എ കേസ് ഓഫ് സസ്പിഷൻ റിവോൾവ്സ് അറൌണ്ട് ദ സ്റ്റോറി അല്ലെ. ഈ ഒരു വിശ്വാസക്കുറവ് അവരുടെ രണ്ടുപേരുടെ കഥയിലെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് അല്ലെ. വാട്ട് ഈസ് ദിസ് ഒബ്ജക്ട്? എന്ത് സാധനത്തെ പറ്റിയാണ് അവരുടെ ആ ഒരു സ്റ്റോറിയിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയുള്ള ഒരു സംശയമാണ് അവരുടെ ഇടയ്ക്ക് വന്നത്. വാട്ട് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻസ്? അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കഥയൊന്നും അറിയത്തില്ലാത്തവരെ എന്ത് ഒബ്ജക്റ്റിനെ കുറിച്ചാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചായിരുന്നു? ദ വാച്ച് ഈസ് ദ ഒബ്ജക്ട്. ഇവിടെ വാച്ചിനെ പറ്റിയുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് വന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. ദാറ്റ് റെഗുലേറ്റ്സ് ദ സ്റ്റോറി ടിൽ ദി എൻഡ് അല്ലെ. കഥയുടെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാം. ഇറ്റ് ഈസ് ദ സെൻട്രൽ പീസ് ഓഫ് ദ സ്റ്റോറി. സ്റ്റോറിയുടെ ഒരു ഗതി നിർണ്ണയിക്കുന്ന ആരാണ്? ഈ വാച്ച് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് ആണ് തീരുമാനിക്കുന്നത്. ദ ഡോക്ടർ ഓഫേഴ്സ് എ ലിഫ്റ്റ് ടു ദ സ്ട്രേഞ്ചർ ബിക്കോസ് ഇറ്റ് ഈസ് പാസ്റ്റ് മിഡ് നൈറ്റ് അവർ അല്ലെ. അപ്പൊ ഡോക്ടർ അയാൾക്ക് ഒരു ഓഫർ കൊടുക്കുന്ന എന്താണ്? സമയം അല്ലെ. സമയം അവിടെയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സമയം എന്താണ്? പാതിരാത്രി കഴിഞ്ഞു അല്ലെ, മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ലിഫ്റ്റ് അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നത്. When he misses his watch, he suspects Evans without waiting to make sure about it. അപ്പോ അദ്ദേഹത്തിന് വാച്ച് പെട്ടെന്ന് കാണാതായപ്പോ അദ്ദേഹം എന്താണ്? ഇവാനെ ഒരു സംശയം കൂടാതെ നോക്കും, അന്വേഷിക്കും എന്നുള്ള, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാതെ അയാളെ സംശയിച്ച് അയാളെ കുറച്ച് മോശമായുള്ള വാക്കുകളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. Ivan put his hand on his own pocket and later with the trembling hands tried to put the watch in the doctor's pocket. He pushes him out of the car angrily. Later he found that the watch did not belong to him. അപ്പൊ അത്രയൊക്കെ ദേഷ്യപ്പെട്ട് അയാളെ കാറിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ട് ഡോക്ടർ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ വാച്ച് ബിലോങ്സ് ടു ഇവാൻ അല്ലെ, ഇവാന്റെ വാച്ചായി എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ഇവാൻ ഫോർ സേവിംഗ് ദ ലൈഫ് ഓഫ് നഴ്സ് ഇൻ ദ ഇറ്റാലിയൻ ഫ്രണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ നേഴ്സുമാരുടെയൊക്കെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹത്തിന് ബ്രേവറിക്ക് കിട്ടിയ ഒരു അവാർഡായിരുന്നു ആ വാച്ച് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒബ്ജക്റ്റ് വാച്ചാണ്, അതിന്റെ സിഗ്നിഫിക്കൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മള് സ്റ്റോറി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്
നമ്മുടെ ഈ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ട്രൂ ഓർ ഫോൾസ് അറിയണമെങ്കിൽ എന്ത് വേണം, നമ്മൾ സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ട്രൂ ഓർ ഫോൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി വാസ് ആൻ എൽഡർലി മാൻ അല്ലെ. നമ്മുടെ ഡോക്ടർ എങ്ങനെയാണ്, ഒരു എൽഡർ ആയിട്ടുള്ള ഒരാളായിരുന്നു ആണോ? അല്ല, അതെന്താണ്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഹിസ് ഫാദർ ഹാഡ് ബീൻ എ കൺട്രി ഡോക്ടർ ടു. അദ്ദേഹത്തിന്റെ അച്ഛനും ആരായിരുന്നു, ഒരു ഡോക്ടർ തന്നെയായിരുന്നു. അത് ശരിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സ്റ്റോറിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ട്രൂ ഓർ ഫോൾസ് ഒക്കെ നിങ്ങളൊന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിച്ചോളൂ കേട്ടോ. കാരണം ഈ ഫാദറിന്റെ കാര്യമൊന്നും നമ്മളോട് സ്റ്റോറിയിൽ അത്രയ്ക്ക് സമ്മറിയിൽ അത്രയ്ക്ക് പറയുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വായിച്ചിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങളുടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. ദ ഡോക്ടർ ലേറ്റ് നൈറ്റ് കോൾ. ഡോക്ടർ രാത്രിയിലുള്ള പേഷ്യന്റിന്റെ കോൾസ് ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കിയേ. ദ ഡോക്ടർ ക്യാരി 2 bags ഓൺ ഹിസ് വിസിറ്റ് അല്ലെ. ഡോക്ടർ 2 bags അദ്ദേഹത്തിന്റെ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. അത് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ. മിസ്സിസ് ഓട്ട് സോർലി ഹാവിംഗ് ഹെർ ഫസ്റ്റ് ബേബി. അപ്പൊ ഓട്ട് സോർലിക്ക് ആദ്യത്തെ കുഞ്ഞാണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. കാരണം നമ്മൾ നേരത്തെ കണ്ടു അദ്ദേഹത്തിന്റെ വൈഫ് ആ ഒരു കാര്യം അല്ലെ, ആ നൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു പ്രഗ്നൻസിയുടെ പെയിന് ആ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. കാരണം അവർക്ക് ഓൾറെഡി ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. അവരുടെ ആദ്യത്തെ കുട്ടിയല്ല എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ വാസ് മിസ്റ്റർ സോർലി ഹാപ്പി ദാറ്റ് ഡോക്ടർ ബെൻസൺ ഗോട്ട് ഹിസ് വാച്ച് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. സോർലിക്ക് അദ്ദേഹത്തിന്റെ വാച്ച് തിരിച്ചു കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ജനന സമയം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റി അല്ലെ. അപ്പൊ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർമാർ വാച്ച് നോക്കിയിട്ട് സമയമൊക്കെ പറയും അല്ലെ. അപ്പൊ വാച്ച് കയ്യിലുള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ബേബിയുടെ ജനന സമയം അറിയാൻ പറ്റി അല്ലെ. ഇനി അടുത്തത് നോക്കിയേ. ഹൗ ഡിഡ് ദ ഡോക്ടർ റിയലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് ഹിസ് ഓൺ വാച്ച്. അപ്പൊ ഡോക്ടർ സമയം അറിയാനായിട്ട് വാച്ചിൽ നോക്കുമ്പോഴാണ്, അതായത് അദ്ദേഹത്തിന്റെ വാച്ച് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും അല്ലെ. അപ്പോ എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്, അത് അദ്ദേഹത്തിന്റെ വാച്ച് അല്ല എന്നത്. ദ ഇൻക്രിപ്ഷൻസ് ഓൺ ദ വാച്ച് കർവ്ഡ് ഇവാൻസ് നെയിം അല്ലെ. ആ വാച്ചില് ഇവാന്റെ പേര് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അത് അദ്ദേഹത്തിന്റെ വാച്ച് അല്ല എന്ന് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് ദ ഇൻസ്ക്രിപ്ഷൻ ഗീവ് അബൌട്ട് ഇവാൻസ്. ഇവാനെ കുറിച്ച് എന്ത് ഇൻഫോർമേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ വാച്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ദ ഇൻസ്ക്രിപ്ഷൻ ഗേവ് അബൌട്ട് ഇവാൻ ഈസ് ടു ഷോ ദാറ്റ് ഹി വാസ് ആക്ച്വലി ബീയിങ് ട്രൂത്ത്ഫുൾ അല്ലെ. അദ്ദേഹം വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാച്ചിൽ ഒത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. വൈ ഡിഡ് ദ ഡോക്ടർ ടേൺസ് ഇവാൻ ഔട്ട് ഓഫ് ഹിസ് കാർ. അത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ് അല്ലെ. വൺ വേർഡിൽ നമ്മൾ കണ്ടതാണ്. ഇവാനെ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് പുറത്തിറക്കി വിട്ടത് എന്തുകൊണ്ടാണ് ഹി ബിലീവ് ദാറ്റ് ഇവാൻസ് ഹാഡ് സ്റ്റോളൻ ദ വാച്ച് അല്ലെ. ഇവാൻ വാച്ച് മോഷ്ടിച്ചു എന്ന് അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ഇറക്കി വിട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേർ വാസ് ഓട്ട് സോർലീസ് ഫാം ഹു ഹെൽപ്പ് ഹിം റീച്ച് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഓട്ട് സോർലിയുടെ ഫാം എവിടെയാണ്, അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് അല്ലെ. വാട്ട് വാസ് ഡോക്ടേഴ്സ് ഇംപ്രഷൻ അബൌട്ട് ഇവാൻ അല്ലെ. ഡോക്ടർക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ അല്ലെ, ഇവാനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്തായിരുന്നു, എന്താണ്. ഡോക്ടർ ബെൻസൺ തോട്ട് ദാറ്റ് ഇവാൻ വാസ് എ തീഫ്. ഇവാൻ ഒരു കള്ളനാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ ഏറ്റവും സ്റ്റോറിയുടെ അവസാനമാണ് ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ചിന്തയൊക്കെ തെറ്റായിരുന്നു അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. വുഡ് യു കോൾ ഡോക്ടർ ബെൻസൺ എ കൈൻഡ് ആൻഡ് ജെന്റിൽ ഡോക്ടർ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഈ സ്റ്റോറി ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡോക്ടറിനെ പറ്റി ഒരു അഭിപ്രായം നമുക്ക് കിട്ടുമല്ലോ, നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. വുഡ് യു കോൾ ഡോക്ടർ, നിങ്ങൾ ഡോക്ടറിനെ ഡോക്ടർ ബെൻസൺ എ കൈൻഡ് ആൻഡ് ജെന്റിൽ, വളരെ ദയുള്ള ഒരു ജെന്റിൽ ആയിട്ട് നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ, ഉണ്ടോ? യെസ്, നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണ്. ഡോക്ടർ ബെൻസൺ ഇൻ എ ജെന്റിൽ ഡോക്ടർ ബട്ട് ഹി വാസ് ഫൂൾഡ് ബൈ ഇവാൻസ് അപ്പിയറൻസ്. ഡോക്ടർ നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം. കാരണം എന്താണ്, ആ ലേറ്റ് നൈറ്റില് ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നത് കാണുമ്പോൾ ഡോക്ടറിനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട് അല്ലെ. രാത്രിയിൽ ഇങ്ങനെ പോകുന്ന ഒരു വിഷമം പിടിച്ച കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ജെന്റിൽമാൻ ആണ്, നല്ലൊരു വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, ഹി വാസ് ഫൂൾഡ് ബൈ ഇവാൻസ് അപ്പിയറൻസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തെറ്റുകൾ അദ്ദേഹം
അവസാനം തിരിച്ചറിയുന്നത് അല്ലെ. അപ്പൊ ഇവാന്റെ ആ ഒരു സിഗരറ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതും അല്ലെ, ഒന്ന് വാച്ച് കയ്യിൽ കെട്ടിയപ്പോ പേടിച്ച് നിന്ന് അദ്ദേഹം വാച്ച് തിരിച്ചൊക്കെ കൊടുത്തു പോകുന്നു കണ്ടപ്പോ അദ്ദേഹം എന്ന് വിചാരിച്ചു, അവൻ കള്ളനാണെന്ന് അദ്ദേഹം മിസ്റ്റേക്കൺലി വിചാരിക്കുകയാണ് അല്ലെ, അദ്ദേഹം ഫൂൾ ആക്കപ്പെടുകയാണ് ഇവാന്റെ അപ്പിയറൻസ് കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡോക്ടർ ഒരു ജെന്റിലാണ്, കൈൻഡ് ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം സ്റ്റോറിയുടെ ഏറ്റവും അവസാനം മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വുഡ് ഇവാൻ തിങ്ക് ഓഫ് ഹിം ഇൻ ദ സെയിം വേ ഇഫ് നോട്ട് വൈ അല്ലെ. അപ്പോ ഇവാൻ എന്താണ്, ഇവാൻ ഒരു സെയിം ആയിട്ട് അദ്ദേഹത്തിനോട് പ്രതികരിച്ചു അല്ലെ. നോ, ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് ഹിം ഫോർ നോ റീസൺ. ഇവാൻ ഡോക്ടർ പ്രതികരിച്ച പോലെ ഒന്നും അല്ല, അദ്ദേഹം കുറച്ചുകൂടി എന്താണ് സൈലന്റ് ആയിട്ടാണ് പ്രതികരിക്കുക അല്ലെ. ഓക്കെ, അപ്പോ അത്രയും ഉള്ളൂ ചോദ്യങ്ങള്. നമ്മുടെ സ്റ്റോറിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചാൽ നമുക്ക് മനസ്സിലായി അല്ലെ. സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ ചോദ്യത്തിന്റെയും ആൻസറുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സേ ഉള്ളൂ. നിങ്ങൾ ഈ ന്യൂ വേർഡ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, കാരണം നമുക്ക് അറിയത്തില്ലാത്ത കുറെ വേർഡ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സസ്പീഷൻ കൊടുത്തിട്ടുണ്ട്, സംശയം, ഇൻസിസ്റ്റന്റ്ലി കേട്ടോ. ഇൻസിസ്റ്റന്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായി എന്നാണ്. അത് നമുക്ക് എപ്പോഴും നമ്മുടെ സെന്റൻസുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കേട്ടോ, ഇൻസിസ്റ്റന്റ്. അടുത്ത ഡസൻ ഉണ്ട്, ട്രംബ്ലിംഗ്, ഹോൾസ്റ്റർ, ലാൻഡൻ, റോക്ക്, സ്ട്രേഞ്ച്ലി, ക്രാക്ക്, ബ്രേവറി, ഷാബി, സസ്പെക്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയില്ലാത്ത വാക്കുകളാണ്. ഈ ഷാബി എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ മീനിങ് ഒന്നും മിക്കവർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നു. അത് ഇതിന്റെ മീനിങ് ഒക്കെ പഠിക്കുക കേട്ടോ. ഹോൾസ്റ്റർ കൈത്തോക്കിന്റെ ഊഴ, ഡസൻ ട്രംബ്ലിംഗ് വിറയ്ക്കുക, അതൊക്കെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സമ്മറി ഒന്നുകൂടെ വായിച്ചു നോക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചു നോക്കുക. ന്യൂ വേർഡ്സും മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന്, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ മീനിങ് അറിയത്തില്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ, പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചിട്ട് ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാവാത്തതോ ആൻസറിന്റെ മീനിങ് മനസ്സിലാവാത്തതോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഉണ്ടോ ആർക്കെങ്കിലും? അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ